ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒട്ടും എണ്ണ കുടിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്കിന് വേണ്ട ചേരുവകളൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചേരുവകൾ തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ വെള്ളം ഊറ്റി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തവിടുള്ള അവിലൊക്കെയാണ് ണ്ടെങ്കിൽ ഇതിലൊരു കളർ മാറ്റം വന്നില്ലേ ഈ ഒരു വെള്ളത്തിന്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവിലിലുള്ള ആ ഒരു തവിട് കളറിലുള്ള പൊടി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കുക. ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 5-10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് കിട്ടിക്കോളും. അവിൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ തന്നെ അത് കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് അടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും കേട്ടോ. പിന്നെ അവിലൊന്നിച്ച് അലിഞ്ഞു പോകുമൊന്നും വേണ്ട. അതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ കുതിർന്നിട്ടുള്ള അവിൽ ഇതാ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിലൊക്കെ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും തന്നെ ഇല്ല. നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ അവിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് cabbage അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് അരിഞ്ഞതും, പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 2 അല്ലി കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും അതുപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കാരണം ക്യാരറ്റിൽ നിന്നും ഉള്ളിയിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് നോക്കിയതിന് ശേഷം പിന്നെ ആവശ്യമാണെങ്കിൽ കടലമാവും വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂണ് കടലമാവും പിന്നെ 1 ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ച് നോക്കിയിട്ട് ആ ഒരു ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടലമാവ് 1 ടേബിൾ സ്പൂണും കൂടെ വേണ്ടി വരും. അപ്പോൾ കടലമാവ് നമ്മൾ വെജിറ്റബിൾസിനനുസരിച്ചിട്ട് പിന്നെ നമ്മൾ പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നുമില്ല കേട്ടോ. ആ ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മുടെ മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ എത്രയാണോ വലിപ്പം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കരുത്. നമ്മൾ പരിപ്പുവടക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നാലുള്ളത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിങ്ങനെ വേണമെങ്കിൽ മുഴുവനായിട്ട് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ളത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് പരത്തിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഇത് ഇട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾവശമൊന്നും വേവാതെ പുറം ഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ആ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് വെക്കാം. എന്നിട്ട് ഒരു സൈഡ് റെഡിയായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഈ ഒരു കളറായി വന്നാൽ മതി കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. പുറംഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.